കനത്ത മഴയിൽ ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി. കായംകുളം നഗരസഭാ പരിധിയിലും കൃഷ്ണപുരം പഞ്ചായത്തിലെ നിരവധി വീടുകളിലും വെള്ളം കയറി. തലവടിയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ഷിജിത്ത് വിശദാംശങ്ങളുമായി. ഷിജിത്ത്, കായംകുളം നഗരസഭാ പരിധിയിലും കൃഷ്ണപുരം പഞ്ചായത്തിലെ നിരവധി വീടുകളിലുമാണ് വെള്ളം കയറിയിരിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഏതാണ്ട് എത്ര കണ്ട് നാശനഷ്ടങ്ങൾ ഓരോ വീടിനും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത്, അല്ലെങ്കിൽ പ്രാഥമിക കണക്ക്? നികേഷ്, ആലപ്പുഴ ജില്ലയിൽ രാവിലെ 9 മണി മുതൽ വ്യാപകമായ മഴയാണ്, അതിശക്തമായ മഴയാണ്. ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. അതിശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള മഴയാണ് ആലപ്പുഴ ജില്ലയുടെ തെക്ക് വടക്കേ അറ്റങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. കായംകുളം നഗരസഭാ മേഖലയിലും കൃഷ്ണപുരം പഞ്ചായത്തിലും വ്യാപകമായ വെള്ളപ്പൊക്കമുണ്ട്. റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള കൃഷ്ണപുരം പഞ്ചായത്തിലെ മാമ്പക്കുന്നൽ മേഖലയിലൊക്കെ വീടുകൾക്കകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. കായംകുളം നഗരസഭയിലെ 7-ാം വാർഡിലാണ് ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്കമുള്ളത്. 7-ാം വാർഡിൽ ഏതാണ്ട് 60ഓളം വീടുകൾ വെള്ളം കയറി. അവിടെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ സാമ്പത്തിക സഹായത്തോടെ ഓട പുതുക്കി പണിഞ്ഞിരുന്നു. ഇതാണ് അവിടെ ഈ അശാസ്ത്രീയമായ ഓട പുതുക്കിപ്പണിയിലാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പരാതിപ്പെടുന്നത്. കാരണം ഓട പുതുക്കി പണിഞ്ഞെങ്കിലും ഓടയിൽ നിന്ന് വെള്ളം ഒഴുകി ചേരേണ്ട സ്ഥലത്തേക്ക് കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ മേഖലയിലെ 60ഓളം വീടുകൾ ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്നത്. വീടുകൾക്കകത്തേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഈ എരുവ 7-ാം വാർഡ് ഭാഗത്ത് ഉള്ളത്. ഇതോടൊപ്പം തന്നെ അമ്പലപ്പുഴ, തലവടി അടക്കമുള്ള മേഖലകളിലും തകഴി അടക്കമുള്ള മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിട്ടുണ്ട്. പാടങ്ങളിലെല്ലാം തന്നെ വെള്ളം നിറഞ്ഞു. അതെല്ലാം വീടുകളിലേക്ക് മറ്റും കയറുന്നു. തലവടി പഞ്ചായത്തിൽ ശക്തമായ കാറ്റ് പുലർച്ചെ ഉണ്ടായി. കാറ്റിൽ 2 വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. തലവടി പഞ്ചായത്തിലെ 3-ാം വാർഡിലെ മണിയുടെ വീടിന്റെ മേൽക്കൂരയാണ് പറന്നുപോയത്. ഇതോടൊപ്പം തന്നെ ചേർത്തലയ്ക്ക് വടക്ക് എരമല്ലൂരിൽ ഗതാഗത തടസ്സമുണ്ട്. ഈ മഴയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ട്രെയിലർ യന്ത്ര തകരാറ് മൂലം റോഡിൽ ബ്ലോക്കായി. ഇതേ തുടർന്നാണ് അവിടെ ദേശീയപാതയിൽ വലിയ തോതിൽ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടുള്ളത്. എന്തായാലും വൻ മഴയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്.